ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും കേരള BJPക്ക് സന്തോഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും ഒരു MP കേന്ദ്രത്തിലേക്ക് എത്തുന്നു എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അത് സുരേഷ് ഗോപിയും കൂടിയാണെന്ന കാര്യത്തിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ സംഭവം തന്നെയായി മാറുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ BJPയുടെ ടോട്ടൽ എല്ലാ മണ്ഡലങ്ങളുടെയും ആ ഒരു പ്രകടനങ്ങൾ അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് A ക്ലാസ് മണ്ഡലങ്ങളുടെ ആ ഒരു റിസൾട്ടുകൾ പുറത്തു വന്ന റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും അവിടെ നടത്തിയ ആ ഒരു പോരാട്ടം അത് വളരെ വലുത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും ആലപ്പുഴയായാലും അതോടൊപ്പം തന്നെ പാലക്കാട് പത്തനംതിട്ടയൊക്കെ ആയാൽ തന്നെ വളരെ വലിയൊരു നേട്ടം തന്നെയാണ് BJP തവണ ഉണ്ടാക്കിയത്. 20% വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു സീറ്റും നേടിയെടുത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ ആലപ്പുഴ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ഇവർ രണ്ടുപേരും ശരിക്കും ഒരു വളരെ വലിയൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കടുത്ത ഒരു മത്സരം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ആലപ്പുഴ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു A ക്ലാസ് മണ്ഡലം അല്ലാത്ത സ്ഥലത്ത് നിന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത വോട്ടുകൾ. ഇനിയാണ് കേരള BJPയിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം കേരള BJPയിൽ ഓൾറെഡി സുരേന്ദ്രനാണ് ഇപ്പോൾ അധ്യക്ഷനായിട്ട് നിൽക്കുന്നത്. ശരിക്കും സുരേന്ദ്രന് സന്തോഷിക്കാനായിട്ടുള്ള വകുപ്പ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെയും കേരളത്തിൽ ഒരു MP ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ 20% വോട്ടിലേക്ക് BJP ഉയരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യക്ഷനായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നേട്ടമായി സുരേന്ദ്രനും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അതിൽ സുരേന്ദ്രൻ സന്തോഷിക്കാം. പക്ഷേ എന്തായാലും ഇനി ഒരു മാറ്റം കേരള BJPയിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇനി BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിയമസഭ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2026 നിയമസഭയ്ക്ക് മുന്നേ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കേരള BJPയിൽ ഒരു അഴിച്ചുപണി അത്യാവശ്യമാണ് എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു മുന്നേ ഉള്ള ആ ഒരു തീരുമാനങ്ങൾ. BJPക്കുള്ളിൽ ആ ഒരു തരത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് പലരും പറയുന്നുമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സുരേന്ദ്രൻ്റെ കാലാവധി മുന്നേ തന്നെ കഴിഞ്ഞതായിരുന്നു. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ വരെയും ആ കാലാവധി നീട്ടിയിരുന്നു. ഇനിയിപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ മാറുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും സുരേന്ദ്രന് സന്തോഷമായിട്ട് തന്നെ ഇനിയിപ്പോൾ സ്ഥാനം മാറാനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സുരേന്ദ്രൻ മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സുരേന്ദ്രൻ മാറുവാണെങ്കിൽ തീർച്ചയായിട്ടും BJPയിൽ തന്നെ ഒരു വലിയൊരു നേതാവിനെ തന്നെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരള BJPയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ തലപ്പത്തേക്ക് വരാൻ പറ്റുന്ന 2 വ്യക്തികളെന്ന് പറയുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രനെ പറയാം, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും പറയാം. കാരണം തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വളരെയധികം ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും വളരെയധികം എല്ലാ തരത്തിലും എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കണമെന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാവുന്ന ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ആ ഒരു തരത്തിൽ കേരള BJPയിൽ ഒരു വലിയ ഉത്തരവാദിത്തം കേന്ദ്രം തന്നെ നൽകുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു നേട്ടം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യവും ശോഭാ സുരേന്ദ്രന് തീർച്ചയായിട്ടും ഇത്തവണ സന്തോഷിക്കാനായിട്ട് ഏറെ വകുപ്പുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ജയിച്ചില്ല എന്നുണ്ടെങ്കിലും 3ാം സ്ഥാനത്താണെങ്കിൽ തന്നെയും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേട്ടമുണ്ടാക്കി എന്നുള്ളത് പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അത്രത്തോളം വോട്ടെന്ന് പറയുന്നത് 3 ലക്ഷത്തോളം വോട്ടെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. BJPക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമൊന്നുമല്ല ആലപ്പുഴ എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് പോയി ഇത്രത്തോളം വോട്ടുകൾ നേടിയെടുത്ത ആ സ്ഥലം ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഒരു A ക്ലാസ് മണ്ഡലമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ കഴിവെന്ന് പറയുന്നത് അത് അംഗീകരിക്കേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും കേരള BJPയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതിനുള്ള അംഗീകാരം ശോഭാ സുരേന്ദ്രന് കിട്ടേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇനി അങ്ങോട്ടും ആലപ്പുഴ തന്നെ ആ ഒരു തരത്തിൽ തൻ്റെ മണ്ഡലമായി കണ്ട് അവിടെ തന്നെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഉള്ള BJP ആ ഒരു തരത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുമ്പോഴത്തേക്കും
വളരെ വലിയ മാറ്റങ്ങൾ എന്തായാലും കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് BJPക്ക് ഇവിടെ വളരാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി ബോധ്യമായതുകൊണ്ട് തന്നെ BJPക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള പ്രവർത്തകർ BJPയിൽ നിലവിൽ ഉണ്ട് താനും. പക്ഷേ ആ ഒരു തരത്തിൽ അത് പ്രവർത്തിക്കാനായിട്ടും അതിനെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ടുമുള്ള വ്യക്തികൾ, അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും BJP ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒന്നാം സ്ഥാനത്ത് 11 സ്ഥലങ്ങളോളം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ ഒന്ന് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ ഒന്ന് പ്രയത്നിച്ചാൽ BJPക്ക് ഇവിടെ MLA-മാർ ആ ഒരു തരത്തിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നല്ല, അതിൽ കൂടുതൽ 11 സ്ഥലത്ത് BJP ഒന്നാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ചാൽ ഇപ്പോൾ സുരേഷ് ഗോപി MP ആയത് കണക്ക് തന്നെ BJPക്ക് MLA-മാർ നിയമസഭയിൽ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ബലം തന്നെയായിരുന്നു ഇത്തവണ വന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ BJPയിൽ ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു നേട്ടം, അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേരള BJPക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു നേട്ടം അത് നിലനിർത്താനും മുന്നോട്ട് പോകുമ്പോൾ ഇത് താപ്പോട്ട് പോവാതെ ഇത് വീണ്ടും ഉയർത്തിക്കൊണ്ട് വരാനായിട്ടുമുള്ള ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ആൾക്കാർ തലപ്പത്തേക്ക് കേരള BJP തലപ്പത്തേക്ക് വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതിന് ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നീക്കേണ്ടത്. അതുപോലെ തന്നെ അതിന് ഏറ്റവും യോഗ്യതയുള്ള വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.